മതി, കേരളമേ ഇതു മതി എന്നുള്ള KK രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. KK രമ തുടക്കത്തിൽ പറഞ്ഞു 4-ാം തീയതി മെയ് 4 എന്നുള്ളൊരു ദിവസം TP ചന്ദ്രശേഖരനുള്ള ദിവസമായിരിക്കും, കേരളം TPക്ക് നീതി നൽകുന്ന ദിവസമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. KK രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കുലംകുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ. കേരളമേ ഇതു മതി കേരളമേ എന്ന് പറയുന്നു KK രമ നിറഞ്ഞ മനസ്സോടെ, പൊള്ളുന്ന ഹൃദയത്തോടെ. ആ ചിത്രം കൂടി വെച്ച് അത് പിണറായി വിജയനുള്ള മറുപടി കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 72 സീറ്റുകൾ 2011 തെരഞ്ഞെടുപ്പിന് ശേഷം അത് UDF ലഭിച്ചതാണ്. അന്ന് വളരെ ചെറിയ ലീഡ് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. 5459 ലീഡായി കുഞ്ഞികൃഷ്ണന്റെ ലീഡ് ഉയർന്നിട്ടുണ്ട് പയ്യന്നൂരിൽ. അതേപോലെ കോഴിക്കോട് നോർത്തിൽ 7-ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. UDF സ്ഥാനാർത്ഥി ജയന്ത് 150 വോട്ടിന്റെ മാത്രം ലീഡിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളത്. കുട്ടനാട്ടിലെ റിസൾട്ടും വരുന്നുണ്ട്. കുട്ടനാട് മണ്ഡലത്തിലെ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ വൈക്കത്ത് ലീഡ് തിരിച്ചു പിടിച്ചു. LDF ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് 228. അതേപോലെ കോന്നിയിൽ ജനീഷ് കുമാർ 2788 വോട്ടിന്റെ ലീഡിലേക്ക് എത്തുന്നു. കഴക്കൂട്ടത്ത് LDF 179 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നിൽ NDAയും ഉണ്ട്, മുരളീധരനും ഉണ്ട് എന്നുള്ളത് പറയണം. ഒപ്പം കുട്ടനാട്ടിൽ UDFന്റെ ഭൂരിപക്ഷം 3902 ഉയർന്നിട്ടുണ്ട്. പ്രതികരണങ്ങൾ മുഹമ്മദ് ഷിയാസിന്റെ കൂടി പ്രതികരണം വരുന്നുണ്ട്. വളരെ കൃത്യമായ ചിത്രം മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു. പിണറായി വിജയന്റെ സർക്കാരിനെതിരായി ജനങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ജനങ്ങൾ സമ്മാനിച്ച തുടർഭരണം ധിക്കാരവും കാണിച്ച് ജനങ്ങളെ വെറുപ്പിച്ചു. ജനങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും കാണിച്ചാൽ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് പറയുകയാണ് മുഹമ്മദ് ഷിയാസ്. ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആര് പ്രതിപക്ഷ നേതാവാകുമെന്നാണ്. അതിലേറെ ഈ 12 മണിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ KN ബാലഗോപാൽ മുന്നിലായിരുന്നു, അദ്ദേഹവും പിന്നിലാണ്. ഈ 39ലേക്ക് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാജീവ് പിന്നിലാണ്.